ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? റമദാനൊക്കെ ആയിട്ട് എല്ലാവരും ഫുള്ള് ബിസിയിലാണെന്നൊക്കെ അറിയാം. എല്ലാവരും ക്ഷീണിച്ചിരിക്കുകയാണെന്നും അറിയാം. കാരണം നാട്ടിൽ നല്ല ചൂടാണല്ലോ കാലാവസ്ഥ. അപ്പോൾ നല്ല ക്ഷീണം ഉണ്ടാവും. കാരണം നല്ല കാലാവസ്ഥയിൽ നോമ്പെടുക്കുക എന്ന് പറഞ്ഞാൽ ഏതായാലും എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ നോമ്പൊക്കെ എടുക്കാനും എല്ലാത്തിനുള്ള കഴിവും ആരോഗ്യമൊക്കെ തരട്ടെ. ഞങ്ങൾ ഇവിടെ വലിയ കുഴപ്പമില്ല, കാരണം നല്ല തണുപ്പ് കാലാവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ല, മാഷാ അല്ലാഹ് നല്ല രീതിയിൽ തന്നെ നോമ്പെടുക്കാനൊക്കെ പറ്റുന്നുണ്ട്. അങ്ങനെ ഞാൻ നോമ്പായിട്ട് അങ്ങനെ വ്ളോഗാക്കി ഇടാറില്ലായിരുന്നു. അപ്പോൾ ഇന്നൊന്ന് എടുത്തു നോക്കാന്നുള്ള രീതിയിൽ ഒന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ളൊരു നോമ്പ് തുറയായിരുന്നു. കാരണം ഇപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് 8ാമത്തെ നോമ്പാണ്. 8ാമത്തെ നോമ്പ് മാഷാ അല്ലാഹ് നല്ല രീതിയിൽ തന്നെ പുറക്കാൻ പറ്റി. അപ്പോൾ 8ാമത്തെ നോമ്പ് ഞങ്ങൾക്ക് ഇന്ന് കുറച്ച് ദിവസങ്ങളായിട്ട് തന്നെ ചിക്കന് ബീഫ് അതൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ ഞങ്ങളിന്ന് മീനാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. മീൻ നമ്മളെ സൂത എന്നൊക്കെ പറഞ്ഞ ഒരു മീനാണ്. ആ ഒരു മീൻ വെച്ചിട്ട് കറിയും അതുപോലെ നമ്മുടെ ദോശ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു മീൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളത് ഞാൻ റെഡിയാക്കുന്നുണ്ട്. അങ്ങനെ മീൻ കറിക്ക് ഞാൻ ഉലുവ അതുപോലെ നമ്മുടെ ചെറിയ ഉള്ളി അരിഞ്ഞ് അത് മൂപ്പിച്ചെടുത്ത്, അതുപോലെ അതിലേക്ക് തക്കാളി ഇട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് വേണ്ട മസാലപ്പൊടികളും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒന്ന് മീനും കൂടെ വേവിച്ചെടുക്കാനാണുള്ളത്. അപ്പോൾ ഞാൻ കുറച്ച് ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കാറ്. കാരണം നോമ്പ് തുറക്കുന്ന ആ ഒരു ടൈമിങ്ങൊക്കെയുള്ള മാത്രമുള്ള ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കുന്നത്. ഞാനും ഹസ്ബൻഡും പിന്നെ മോന് ഉണ്ട്. പക്ഷേ മോനെ ആ ടൈമിലൊന്നും കഴിക്കാറില്ല. കാരണം ആ ഒരു ടൈമിൽ ജ്യൂസൊക്കെ കുടിച്ച് അവനെ ഇങ്ങനത്തെ ഒന്നും ഫുഡ് കഴിക്കാറില്ല. അങ്ങനെ ഞാൻ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് എല്ലാം ഉണ്ടാക്കുന്നത്. എന്ത് ഫുഡ് തന്നെ ഉണ്ടാക്കിയാലും നോമ്പ് തുറക്കുന്ന ആ ഒരു ടൈമിൽ ഒന്നും വേണ്ടിയിട്ടില്ല. കാരണം ഒരുപാട് വെള്ളം കുടിക്കും, ജ്യൂസ് കുടിക്കും, അങ്ങനെയൊക്കെ ആയി പിന്നെ ഫുഡിനോടൊന്നും ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ വളരെ കുറച്ചിലാണ് ഞാൻ ഉണ്ടാക്കാറ് സാധാരണ എല്ലാതും. അങ്ങനെ വേസ്റ്റാക്കി പിറ്റേന്നൊക്കെ ഉപയോഗിക്കുക എന്നുള്ള രീതിയിൽ ഞാൻ സാധാരണ എനിക്കും അതുപോലെ ഹസ്ബൻഡിനും അങ്ങനെ വലിയ ഇഷ്ടമല്ല. അപ്പോൾ അങ്ങനെ ഒരു കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കാറ്. പക്ഷേ ഈ ഉണ്ടാക്കുന്നത് തന്നെ ഫുള്ള് ബാക്കിയാവാനാണ് ചാൻസ്. അങ്ങനെ ആ ഒരു ഇതിലേക്ക് ഞാൻ കുറച്ചൊരു പുളിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് ആ ഒരു മീൻ എന്ന് പറയുന്നത് സൂത എന്നുള്ള മീനാണ്. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് തിളച്ച് വരാനുണ്ട്, നല്ല മീൻ വേവാനുണ്ട് ഇനി. അപ്പോൾ ഈ ഒരു മീൻ കറി റെഡി ആവുന്ന ടൈം കൊണ്ട് ഞാൻ സ്നാക്സ് ഉണ്ടാക്കാൻ വിചാരിക്കുന്നുണ്ട്. സ്നാക്സ് മട്ടൻ്റെ പീസ് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടുള്ളൊരു മട്ടൻ ഒരു ബ്രെഡിൽ മസാല ആക്കിയിട്ട് അങ്ങനെ ഒരു മട്ടൻ വെച്ചിട്ടുള്ള ഒരു റോളാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി അങ്ങനെ ഞാൻ ഈ ഒരു ഉള്ളിയിലേക്ക് ഞാൻ ഉപ്പിട്ട് നല്ല രീതിയിൽ തന്നെ വഴറ്റിയെടുക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു ടൈം ആയപ്പോഴേക്ക് എൻ്റെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്കുള്ള ഒരു ചപ്പും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ മീൻ കറിക്ക് ഇനി ദോശ കൂടെ ഉണ്ടാക്കിയെടുക്കാനുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഉള്ളി നല്ല വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി കൂടെ ഇട്ട് നല്ല രീതിയിൽ തന്നെ വഴറ്റി എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ തക്കാളി അല്ല ആഡ് ചെയ്യുന്നത്, അതിൻ്റെ കെച്ചപ്പാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ തക്കാളീൻ്റെ ഒരു സോസ് ഞാനൊരു 2-3 സ്പൂൺ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ഞാൻ നല്ല രീതിക്ക് തന്നെ യോജിപ്പിക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഇനി മസാലകളാണ് ചേർക്കാനുള്ളത്. ഈ ഒരു കൂട്ടിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി കുറച്ച് ചേർക്കുന്നുണ്ട്, അതുപോലെ മുളക് പൊടി, പിന്നെ കുറച്ച് ഗരം മസാല കൂടെയാണ് ചേർക്കുന്നത്. കാരണം അത് മട്ടൻ്റെ മീറ്റാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ വേറെയുള്ള മസാലപ്പൊടികളൊന്നും ചേർക്കുന്നില്ല. ഇനി ഞാൻ ഇതിലേക്ക് ആ ഒരു മട്ടൻ്റെ പീസ് ഞാൻ പിച്ചി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അത് ഇനി ഇളക്കി എടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ഇനി പൊട്ടറ്റോ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെയാണ് ചേർക്കാനുള്ളത്. പൊട്ടറ്റോ ആകെ ഒരു പൊട്ടറ്റോ മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ, ചെറിയ ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ അതും കൂടെ എനിക്ക് ചേർക്കാനുണ്ട്. അങ്ങനെ മട്ടൻ പീസ് ഇട്ടത് അതൊക്കെ ഒന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതിലേക്ക് ഈ ഒരു പൊട്ടറ്റോ കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് കൂടെ ചേർത്ത് വേവിച്ച് വെച്ചതായിരുന്നു. അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ഒന്ന് ഉടച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതും കൂടെ ഒന്ന് ഇളക്കിയെടുത്തിട്ട് ഇനി ഇത് ബ്രെഡിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്തെടുത്ത് റോളാക്കി എടുക്കാനാണ് ഇനിയുള്ളത്. അപ്പോൾ ഇതും കൂടെ ഞാനൊന്ന് നല്ല രീതിക്ക് ഇളക്കിയെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ചപ്പ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാനൊന്ന് റോൾ ചെയ്ത് മാറ്റുന്നുണ്ട്. ഈ ഒരു ഷേപ്പിൽ ഞാൻ റോൾ ചെയ്ത് മാറ്റിയിട്ട് പിന്നെയാണ് ഞാൻ ബ്രെഡിൽ അത് പൊതിഞ്ഞെടുക്കാറ്, ഈ ഒരു റോളിനെ. അപ്പോൾ ഈ രീതിക്കാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ പിന്നെ ഞാൻ ഈ ദോശ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. ദോശക്ക് മാവ് അരി അരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ദോശ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ദോശയും കൂടെ ഉണ്ടാക്കിയെടുത്ത് ഇനി ഒരു സ്നാക്സും കൂടെ ഒന്ന് പൊരിച്ചെടുക്കാനുണ്ട്. അപ്പോൾ നിങ്ങളിവിടെ എന്താ പറയലറിയാം, ഞങ്ങളിവിടെ ഇതിന് ദോശ എന്നാണ് പറയാൽ.
ചില നാട്ടിലൊക്കെ നീർദോശ എന്നൊക്കെ പറയുന്നവരുണ്ട്. പക്ഷെ ഞങ്ങൾ ഇതിന് പ്ലെയിൻ ദോശ അവർ ദോശ എന്നാണ് പറയാറ്. ഉഴുന്നിട്ടതിന് ഞങ്ങൾ ഉഴുന്ന് ദോശ എന്നാണ് സാധാരണ പറയാറ്. ദോശ എന്നും പറയും. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ദോശയും റെഡി ആവുന്നുണ്ട്. പിന്നെ ആ ഒരു ടൈമിൽ തന്നെ ഞാൻ ബ്രെഡിൻ്റെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനി മുട്ടയിലും അതുപോലെ ബ്രെഡ് പൊടിയിലും തന്നെ മുക്കിയിട്ട് ഇനി പൊരിച്ചെടുക്കാനുള്ളത്. ഞാൻ നല്ല ഡീപ്പ് ഫ്രൈ ആയിട്ട് ഞാൻ പൊരിച്ചെടുക്കുന്നില്ല. കാരണം ഒന്ന് കുറച്ച് എണ്ണ ആക്കിയിട്ട് ഒന്ന് തിരിച്ച് മറിച്ചിട്ട് ആ ഒരു രീതിക്കാണ് ആക്കിയിട്ടുള്ളത്. പിന്നെ ഞാൻ ഈ മിൻറ്റ് ലൈമും കൂടെ റെഡിയാക്കുന്നുണ്ട്. പിന്നെ അതുപോലെ അവക്കാഡോൻ്റെ ജ്യൂസും റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അപ്പോഴേക്ക് ഞങ്ങൾ നോമ്പ് തുറക്കാനുള്ള ടൈമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതേതൊക്കെയാണ് ഞങ്ങൾ നോമ്പ് തുറക്കുള്ള വിഭവങ്ങൾ. അപ്പോൾ സ്നാക്സ്, അതുപോലെ ഫ്രൂട്ട്സ്, ജ്യൂസ്, ഇതൊക്കെ തന്നെയായിരുന്നു ഞങ്ങൾ നോമ്പ് തുറ. അപ്പോൾ എല്ലാവരുടെയും നോമ്പ് തുറക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഈ ഒരു നോമ്പ് തുറക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ ശേഷമാണ് ഞങ്ങൾ മെയിനായിട്ടുള്ളത് കഴിച്ചത്. ഞങ്ങൾ പിന്നെ കുറച്ച് ഏകദേശം കുറേയൊക്കെ കഴിഞ്ഞാലാണ് കഴിച്ചത്. കാരണം ആ ഒരു കഴിക്കൽ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ തറാവീഹിന് പോകാനുണ്ടായിരുന്നു. ഞങ്ങൾ പള്ളി പോവാറുണ്ട്. പള്ളി ഇവിടെ അടുത്ത് തന്നെയാണ് പള്ളി ഉള്ളത്. അപ്പോൾ അവിടേക്കാണ് നിസ്കരിക്കാൻ പോവാറ്. അപ്പോൾ ഞങ്ങൾ വേഗം തന്നെ പിന്നെ വേഗം ഫുഡ് കഴിച്ച് പിന്നെ ഞങ്ങൾ വേഗം പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു വീഡിയോ. അപ്പോൾ എന്നെ ഒരു സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. അസ്സലാമു അലൈക്കും.